ഉണ്ടെങ്കിൽ കേട്ടോളി. ജോൺ സീനായും ഗ്രേറ്റ് കാലിയൊക്കെ നമ്മളെയൊക്കെ മുമ്പിൽ വലിയ വീരപുരുഷന്മാരാ. കാരണം 10 വരെ ഒന്നിച്ചിടിച്ചിടും. എന്നാ കേക്കുമോനെ ഈ കയറിലൊക്കെ ഇങ്ങനെ തൂങ്ങിയാടിയിട്ടേ വെടിവെക്കണ ആളുകളെ കാണുമ്പോൾ എന്താ ഒരു പ്രകടനം, എന്താ ഒരു പ്രകടനം അവരുടെ. നമ്മൾ അവരെയൊക്കെ 6 പായ്ക്ക് 8 പായ്ക്കൊക്കെ ആയിട്ട് അവരെ പോലെ ആവാൻ ശ്രമിക്കും. അതിനേക്കാൾ വലിയ വീരനായകരെ കാണിച്ചുതരാം. അതിനൊക്കെ ഒരു അറുതിയുണ്ട് മോനെ, അതിനൊക്കെ ഒരു അറുതിയുണ്ട് മോനെ. നിന്റെയൊക്കെ റോൾ എവിടം വരെയാണ് ഇതിന് അറുതിയില്ലാത്തത്? നിന്റെ റോൾ മോഡലായിരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമ 4 പെണ്ണുങ്ങൾ ഒരേ സമയത്ത് എന്നെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു ദിവസം വീടിന്റെ മുമ്പിൽ ഉപവാസം നടത്തിയ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമ, യുവാക്കളുടെ ഹരമായിരുന്ന ഒരു ഓവറിൽ 6 സിക്സർ പരത്തിയിട്ട് ലോകത്ത് റെക്കോർഡിട്ട നിന്റെ യുവരാജിന് ക്യാൻസർ വന്നു. നിന്റെ യുവരാജിന് ക്യാൻസർ വന്നു. ആ ക്യാൻസർ തൊണ്ടക്കുടിയിലായിരുന്നു. ഇല്ല സഹോദരങ്ങളെ, ശാക്കതാപയംവർ സബേകു സോരഹീഹേ. എല്ലാത്തിനും ഒരറുതിയുണ്ട്. പൊന്നുപെങ്ങളെ, സൗന്ദര്യത്തിന്റെ റോൾ മോഡലായി സ്ലിം ബ്യൂട്ടി എന്നറിഞ്ഞിട്ട് കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്നിട്ട് എന്താണ് എന്റെ ചേന പോലെ വീർത്ത ശരീരം എന്നാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതെന്ന് റോൾ മോഡലാക്കി നോക്കിയാ നിന്റെ മമതയ്ക്കും ഒന്ന് ക്യാൻസർ. ഇല്ല ഇല്ല, ലോകത്താരും ഒഴിവല്ല. അവര് ഭക്ഷണം സൂക്ഷിച്ച് കഴിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഡയറ്റീഷ്യൻ ഉണ്ട്. അവര് പട്ടിണി കിടന്നിട്ട് സ്ലിമാക്കിയവരാണ്. പക്ഷെ അവർക്കും വന്നു ക്യാൻസർ. നമ്മളല്ലേ വളവിൽ പോയി ഞായറാഴ്ചയും 3 കിലോ പത്രച്ച് മേടിച്ചിരുന്നുള്ളൂ. അവർക്ക് തിന്നൂല, അവര് തൂക്കിയിട്ടാണ് തിന്നുന്നത്. അവർക്ക് ഡയറ്റീഷ്യൻ ഉണ്ട്, അവർക്ക് ബ്യൂട്ടീഷ്യൻ ഉണ്ട്, അവർക്ക് ബ്യൂട്ടി പായ്ക്കുമായിട്ട് ആള് കുറവുണ്ട്. വെയിൽ വന്നാൽ കൂടി വിടാൻ ആടുണ്ട്. അവർക്കും വന്നു ക്യാൻസർ. യുവരാജനും വന്ന് ക്യാൻസർ. പൊന്നുമോനെ പെട്ടുപോയി. അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. അള്ളാഹു അത് അനുഭവിക്കുന്നവർക്ക് അള്ളാഹ് ശിഫ കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ ലോകം നശ്വരമാണ്, ഈ ലോകം നശ്വരമാണ്. നിന്റെ മനസ്സിൽ കുടിയേറിയവരാരും പൊന്നു സഹോദരങ്ങളെ ഒരപ്പുറത്തോട്ട് കടന്നു പോയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ലോക പോലീസായ അമേരിക്കയെ ചൂണ്ടുവിരൽ കൊണ്ട് വിറപ്പിച്ചു നിർത്തിയ വെനിസ്വേലയുടെ പ്രസിഡന്റ് ഹൂഗോ ചാവേസിന് അമേരിക്കയുടെ പ്രസിഡന്റിനെ വിറപ്പിച്ചു. പക്ഷേ ചാവേസിനെ വിറപ്പിച്ചത് ക്യാൻസറാണ്. ചാവേസിനെ വിറപ്പിച്ചത് ക്യാൻസറാണ്. ചാവേസ് അമേരിക്കയെ വിറപ്പിച്ചു, പക്ഷെ ആ ചാവേസിനെ വിറപ്പിച്ചു ക്യാൻസർ. എന്തേ കാര്യം? എന്തേ കാര്യം? ലോകം തീരുകയാണ്. ഈ ഭൂമിക്ക് കൂടുതൽ ആയുസില്ല. ഈ ഭൂമിക്ക് ഇനി കൂടുതൽ ആയുസില്ല. ഏതാണ്ട് അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇനി ഏതായാലും ഇനിയുള്ളത് മരിക്കലാണ്. മരിച്ചാൽ നന്നായിട്ട് മരിക്കും. ഈ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആമിർ ഖാനെ അക്ഷയ് ഖാനെ റോൾ മോഡലാക്കുന്ന ചെറുപ്പക്കാരാ. ഈ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആമിർ ഖാനെ അക്ഷയ് ഖാനെ റോൾ മോഡലാക്കുന്ന ചെറുപ്പക്കാരാ. ദസ്തറിൽ വെച്ചിട്ടാണ് ഹുർമുസാന്റെ പട്ടാളക്കാരുമായി യുദ്ധമുണ്ടാകുന്നത്. ആ സമയത്ത് പട്ടാളക്കാർ ഏറെ പറയാൻ സമയമില്ല. അവരിതേപോലെ കോട്ടയുടെ പുറകിലൊളിച്ചു. എന്നിട്ടൊരു വലിയ ചങ്ങലയിൽ കയറ് കൊളുത്തിയിട്ട് വെളിയിൽ നിൽക്കുകയാണ് സഹാബത്ത്. ആ ചങ്ങലയുടെ താഴ്ഭാഗത്ത് നല്ല കൊളുത്തുണ്ടാക്കിയിട്ട് ചുട്ടുപടിപ്പിച്ച ഇരുമ്പിന്റെ അഗ്രത്തിലുള്ള കൊളുത്ത് കോട്ടവാതിലിന് മുകളിലൂടെ വലിച്ചെറിയും. ആ കൊളുത്ത് ഏത് സഹാബിയുടെ പള്ളയിലാണോ കൊളുത്തി കയറുന്നത്, ആ ചങ്ങല അപ്പുറത്ത് നിന്ന് അവര് വലിക്കുമ്പോ അയാള് പള്ളയിൽ കുടുങ്ങിയിട്ട് മുകളിലോട്ട് കയറി വരും. ആ മനുഷ്യന്റെ കുടൽമാലകൾ കീറിപ്പോകും. 18 സഹാബത്തിനെയാണ് ഇങ്ങനെ. എന്ത് ചെയ്യണമെന്നറിയില്ല. കോട്ടവാതിലിന്റെ പുറകിൽ ഒളിച്ചു നിന്നിട്ട് ബോളിവുഡിന്റെ സിനിമ കണ്ട് അമ്പരന്ന് നിൽക്കണ്ട. ഇത് സഹാബത്തിന്റെ കടയാണ്. ചങ്ങലയിൽ ചുട്ടുപടുത്ത് കിടക്കുന്ന ഇരുമ്പ് കൊളുത്തുണ്ടാക്കിയിട്ട് ആഞ്ഞെറിയുമ്പോ ആയിരക്കണക്കിന് സഹാബത്തിനെ കൊളുത്തിയെടുക്കുമ്പോ ആ സമയത്ത് ബറാ റളിയല്ലാഹു അൻഹു ഇവിടെ നിൽക്കുന്നുണ്ട്. കരികരുത്ത ചെറുപ്പക്കാരൻ, നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരന്. സഹോദരങ്ങളെ, ബറാ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ തന്റെ തൊട്ടടുത്ത സഹോദരൻ അനസ് റളിയല്ലാഹു അൻഹു ആരുടെ പുറത്താണ് വരുന്നതെന്നറിയില്ല. ചുട്ടുപടുത്ത് കിടക്കുന്ന ചങ്ങല ആഞ്ഞു വരുന്നു. ആ കൊളുത്ത് തന്റെ കൂടപ്പറപ്പിന്റെ പള്ളയിലോട്ട് കുത്തിക്കയറുമ്പോ അനസ് റളിയല്ലാഹു അൻഹു ചുട്ടുപടുത്ത കൊളുത്തിനിങ്ങനെ വലിച്ചെടുത്ത് അന്തരീക്ഷത്തിൽ കിടന്ന് പിടയുകയാണ്. ആ ആളുകൾ പേർഷ്യൻകാര് അവര് മതിലിന്റെ മറുഭാഗത്ത് നിന്നിട്ട് ചങ്ങല വലിക്കുകയാണ്. ഒരു നിമിഷം കഴിഞ്ഞാ
അനസ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുമ്പിൽ പോയി വീടും. പൊന്നു ചെറുപ്പക്കാരാ, ചെറുപ്പക്കാർ എന്ത് ചെയ്തെന്നറിയോ? ഓടി ചെന്നിട്ട് മതിലിന്റെ മുകളിലൂടെ ചാടി എഴുന്നേറ്റിട്ട് ആ ചങ്ങല കൊളുത്തിലേക്ക് കൈകൊണ്ട് പിടിച്ചു. ആ ചങ്ങല കൊളുത്തിൽ തൂങ്ങിക്കിടന്നിട്ട് അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടന്ന് മറ്റേ കൊളുത്തിൽ കിടക്കുന്ന തന്റെ സഹോദരനെ പൊക്കിയെടുത്തിട്ട് ഒരു കൈ കൊണ്ട് ചങ്ങലയില് മറ്റേ കയ്യിൽ തന്റെ സഹോദരനെ നെഞ്ചോട് ചേർത്ത് അന്തരീക്ഷ വായുവിൽ നിൽക്കുകയാണ്. ചുട്ടുപടുത്ത ഇരുമ്പിന് പിടിക്കുമ്പോ മാംസം കരിഞ്ഞു പോവുകയാണ്. പിടിവിട്ടില്ല. സഹോദരനെയും പിടിച്ചുകൊണ്ട് താഴത്തിറങ്ങുമ്പോ റളിയല്ലാഹുവിന്റെ ശരീരം മുഴുവനും മാംസങ്ങളില്ലാതെ എല്ല് മാത്രമായിട്ട് കരിയുകയാണ്. സഹോദരങ്ങളെ, ശരീരത്തിന്റെ മാംസം കരിഞ്ഞ് അവിടെ കിടന്നിട്ടാണ് റളിയല്ലാഹു തആല വഫാത്താകുന്നത്. എന്തോ ഒരു ജന്മമാണിത്. ഷഹാദത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ഭൂമിയിൽ കിടന്ന് ശരീരം കത്തിക്കരിഞ്ഞ് ചാമ്പലായി റളിയല്ലാഹു തആല വഫാത്തായി. കാലത്തിന്റെ നടുവിൽ കാലത്തെയും കവച്ചു വെച്ചു ഇവർ. നമുക്കും അങ്ങനെ ആകാൻ കഴിയണം. ഈ കാലത്തെ കുറ്റം പറയാനല്ല, കാലത്തിന് മറ്റൊരു ബറാ ആവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത 2 പതിവലും കൂടെ ഞാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിലാണ് മഹറിന്റെ മുകളിൽ, പെണ്ണിന്റെ മുകളിൽ, പണത്തിന്റെ മുകളിൽ ജീവിച്ച പെങ്ങളല്ലയോ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ആരാ ഉമ്മു സുലൈം എന്നറിയോ? അറേബ്യയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ്. ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വന്നു. ഉമ്മു സുലൈം തയ്യാറായില്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ്. അവസാനമാണ് പെണ്ണ് കാണാൻ വരുന്നത് ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ എന്ന് മുസ്ലിം ആയിട്ടില്ല, പക്ഷേ വിവാഹം ചെയ്യാമെന്നു അബൂ തൽഹ പറഞ്ഞു, പെണ്ണെ ഉമ്മു സുലൈമേ, നിന്നെ ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉമ്മു സുലൈമിനെ അബൂ തൽഹയും ഇഷ്ടപ്പെട്ടു. പക്ഷേ സഹോദരങ്ങളെ, ഉമ്മു സുലൈം പറഞ്ഞു, നിങ്ങളെ ഞാൻ വിവാഹം ചെയ്യാം. അബൂ തൽഹ പറഞ്ഞു, നിനക്ക് ഏറ്റവും വലിയ ആര് തരുന്നതിനേക്കാൾ വലിയ മഹർ നിനക്ക് ഞാൻ തരാം പെണ്ണെ, എന്നെ നീ വിവാഹം കഴിക്കുക. ഉമ്മു സുലൈം പറഞ്ഞു, പത്രേ, എനിക്ക് നിങ്ങൾ തരേണ്ട മഹർ ഏതെന്നറിയോ? ആ മഹർ 10 പവനല്ല, 100 പവനല്ല. നിങ്ങൾ മുസ്ലിമാവുക, അല്ലാഹുവിന്റെ ദീനിലേക്ക് വരിക, നിങ്ങളുടെ ഇസ്ലാമാണ് എന്റെ മഹർ എന്ന് പറഞ്ഞു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു. ആ ഒരൊറ്റ കാരണത്താലാണ് അബൂ തൽഹ മുസ്ലിമായത്. ആ കാലഘട്ടത്തിൽ മദീനയിൽ പറയുമായിരുന്നു, ലോകത്തിലെ ഏറ്റവും നല്ല മഹർ മേടിച്ച പെണ്ണ് അത് ഉമ്മു സുലൈമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സുലൈമേ, മറ്റൊരാളുടെ ഇസ്ലാം നിന്റെ മഹറായി മാറിയല്ലോ എന്ന് ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇസ്ലാമിനെ മഹറായി സ്വീകരിച്ചു. നിങ്ങൾ മുസ്ലിമാവ്, എന്നാൽ ഞാൻ സ്വീകരിക്കാം. കാലത്തിന്റെ നിദാനമല്ല, കാലത്തിനപ്പുറത്തേക്കും. അതിന് ഉമ്മു സുലൈമിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്താണെന്നറിയോ? അബൂ തൽഹ ഉമ്മു സുലൈമിനെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിന് ശേഷം അബൂ തൽഹ റളിയല്ലാഹു അവർക്കൊരു കുട്ടി പിറന്നു. ചുരുക്കി പറയാം, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹ യുദ്ധത്തിന് പോയി. ഉമ്മു സുലൈമിന്റെ മകന് പനി ബാധിച്ചു. പനി കലശലായി, മരണത്തോടടുക്കുന്നു. അബൂ തൽഹ സ്ഥലത്തില്ല. പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങകലെയാണ്. ഉമ്മു സുലൈമിന്റെ കൈകളിൽ പെടഞ്ഞ് മരിച്ചുപോയി. ഏകസന്താനം മരിച്ചുപോയി. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ തിരുദൂതരെ, എന്റെ മകൻ മരിച്ചു, അബൂ തൽഹ വരുന്നത് വരെ കാക്കണോ? അതല്ലയോ കബറടക്കട്ടെ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞ് കബറടക്ക്. ഉമ്മു സുലൈം എന്ന പെണ്ണ് ഒറ്റ പെണ്ണ്. ഉമ്മു സുലൈമിന് ഒരു അപരനാമമുണ്ട്. എന്തെന്നറിയോ? കണ്ണുനീർ പോളക്കാരി. കരഞ്ഞ് കണ്ണുനീര് പോലും നീര് വന്നു പോയി ഉമ്മു സുലൈം. കണ്ണുനീർ പോളക്കാരി. സഹോദരങ്ങളെ, ഉമ്മു സുലൈം കരഞ്ഞു തളർന്നു. കുറെ നാൾ കഴിഞ്ഞ് അബൂ തൽഹ വന്നു. എവിടെ എന്റെ പൊന്നുമോൻ, എവിടെ? യാത്ര കഴിഞ്ഞാൽ ഓടി വരുന്നത് ഏത് പിതാവ് നോക്കുന്നത് പൊന്നുമക്കളെ? സഹോദരങ്ങളെ, ആ സമയത്ത് ഉമ്മു സുലൈമിനോട് അബൂ തൽഹ ചോദിച്ചു, മോനെവിടെ? അവൻ വേറൊരിടത്താണ്. ഉമ്മു സുലൈം കള്ളം പറഞ്ഞില്ല. ഭക്ഷണം കൊടുത്തു. ഏറെ നാളത്തെ വിയോഗത്തിന് ശേഷം വന്നതാണ്. വീട് കൂടി, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖം തന്റെ മുഖത്തേക്ക് വെച്ചിട്ട് ഉമ്മു സുലൈം ചോദിച്ചു, ഭർത്താവേ, പെങ്ങളെ, കാലത്തിനെ അതിജീവിക്കുന്നവർക്ക് ഇത് പറയാൻ കഴിയൂ. അല്ലാത്തൊരു പെണ്ണിന് കഴിയില്ല, നിനക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. കാരണം എന്തെന്നറിയോ?
മകൻ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ കബറിട്ട് മൂടിയിരിക്കുകയാണ്. ഭർത്താവിനോട് ചോദിച്ചു, ഭർത്താവേ, ഒരാള് നമ്മുടെ കയ്യിൽ ഒരു സാധനം അമാനത്തായിട്ട് തന്നു, അയാള് തിരിച്ചു വിളിച്ചാൽ തിരിച്ചു ചോദിക്കുമ്പോൾ അത് കൊടുക്കണ്ടേ? മുസ്ലിമിനോട് അബൂ തൽഹ പറഞ്ഞു, കൊടുക്കണം. മുസ്ലിം പറഞ്ഞു, എന്നാൽ നമ്മുടെ പൊന്നുമോൻ അല്ലാഹ് നമുക്ക് തന്ന അമാനത്തല്ലയോ? അവനെ അല്ലാഹു തിരിച്ചു വിളിച്ചു, അവൻ മണ്ണിന്റെ അടിയിലേക്ക് പോയി. സഹോദരങ്ങളെ, അബൂ തൽഹ വാവിട്ട് കരഞ്ഞുപോയി. ഉമ്മു സുലൈം രണ്ടുപേരും ആ ദുഃഖം കെട്ടിപ്പിടിഞ്ഞ് കരഞ്ഞു തീർത്തു. അങ്ങനെയാവണം. ഒരു ദുഃഖമുണ്ടായാൽ പരസ്പരം ചേർന്നിരിഞ്ഞ് കരഞ്ഞാൽ കരച്ചിലോടെ ദുഃഖം അവസാനിക്കണം. അല്ലെങ്കിൽ എന്തിനീ ജീവിതം?